ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു താളമേള വിസ്മയം നമുക്ക് കേൾക്കാനും കാണാനും എല്ലാം തന്നെ. അതിനു മുൻപായി തന്നെ ഇലഞ്ഞിത്തറ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആ എഴുന്നള്ളിപ്പ് അത് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രം മതി ഈ മേളം അങ്ങ് തുടങ്ങാനായി. അവിടെ നിന്നും, അതായത് പടിഞ്ഞാറെ കിഴക്കേ ഭാഗത്തു നിന്നും കിഴക്കേ ഗോപുരനട കടന്ന് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് വേണ്ടത്. ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ശ്രീ വേണു രാജാമണി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു ഇലഞ്ഞിത്തറ മേളം കേൾക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇലഞ്ഞിത്തറ മേളത്തിന് വരാറുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ഞാൻ വളരെ കുട്ടിക്കാലത്ത് തൃശ്ശൂർ പൂരം കാണാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വരാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് എത്തിയത്. ഇനിയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുമ്പോൾ അത്രയും ഒരു വേൾഡ് ക്ലാസ് സിംഫണി എന്നാണ് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ വിശേഷിപ്പിക്കാറ്. ഇത്രയധികം കലാകാരന്മാർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു മേളം, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായും ഇത് ഇത്രയധികം കലാകാരന്മാർ ഒന്നിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വെസ്റ്റേൺ പാശ്ചാത്യ മ്യൂസിക്കിലെല്ലാം അവർ നൊട്ടേഷൻസും അവരെ കണ്ടക്ട് ചെയ്യാനൊക്കെ ആരെങ്കിലും വേണം. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് അവർ തന്നെ കൊട്ടുകയും അതിനോടൊപ്പം ആ സംഗീതം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ അപൂർവമായൊരു കാഴ്ചയാണ്, ഒരു ആക്ടിവിറ്റിയാണ്. തീർച്ചയായും ഇതിന് നമ്മളെല്ലാവരും കാണണം, ആഘോഷിക്കണം എന്നതിനുപരി നമുക്ക് ലോകത്തിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരുപാട് ആളുകളുണ്ട്, എത്രയോ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു വികാരമാണ് ഈ പൂരം എന്ന് പറയുന്നതും മേളം എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഈ വികാരം തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റുന്നത്. അതിൻ്റെ മഹത്വം ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നവർ മാത്രമല്ല, വരുന്ന കാഴ്ചക്കാർക്കും അതിൻ്റെ ഒരു ഭാഗമുണ്ട്. തീർച്ചയായും ഇതെല്ലാം കൂടി കൂടുന്ന ഒരു വലിയൊരു ആഘോഷമാണ്. തീർച്ചയായും അതൊരു വികാരം തന്നെയാണ്. നമ്മോടൊപ്പം ഈ തൃശ്ശൂർക്കാരനായിരുന്ന ഒരാൾ കൂടിയുണ്ട്. ഇപ്പോൾ പുള്ളി തൃശ്ശൂരിൽ നിന്ന് പോയെങ്കിൽ പോലും എല്ലാ കൊല്ലവും കൃത്യമായി പൂരം ദിവസം ഇവിടെ നമ്മൾ ഒത്തുകൂടാറുണ്ട്, അല്ലേ? കഴിഞ്ഞ തവണയും പൂരത്തിന് കണ്ടിരുന്നു. തൃശ്ശൂരിൻ്റെ മുൻ കമ്മീഷണറാണ് ആർ ആദിത്യ. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പൂരത്തിന് എന്നാണ് എത്തിയത്? എല്ലാ വർഷവും എത്താൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം കൂടി എത്തിയതാണ്, ഫാമിലി ആയിട്ട്. പലതവണ പൂരം കണ്ടക്ട് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് ഈ സെക്യൂരിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ കമ്മീഷണർ എന്ന രീതിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ. ഇത്തവണയും കഴിഞ്ഞ തവണയെല്ലാം പൂരം ആസ്വാദകനായാണ് വരുന്നത്. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അടിച്ചു പൊളിക്കാനാണ് പൂരം, ആഘോഷിക്കാനും. ഈ പൂരം എന്നുള്ളതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കമ്പം തോന്നി തുടങ്ങിയത് ഇവിടെ കമ്മീഷൻ ആയതിനു ശേഷം? ഇവിടെ വന്നിട്ട് ശേഷമാണ്. അതിനു മുമ്പ് പൂരം കണ്ടിട്ടില്ല. ഇവിടെ വന്ന ശേഷമാണ് പൂരവുമായിട്ടുള്ള വന്നത്. അതെ, നമുക്ക് പൂരത്തിന് ഒരുപാട് ആരാധകരുണ്ട്, അതായത് ആസ്വാദകരുണ്ട്. ശ്രീധര, ഇപ്പോൾ ഇത് ആരെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കധികം ആളുകളുണ്ട് ഇവിടെ. അല്ല, ഇവരെല്ലാം നേരത്തെ ആര്യ തന്നെ പറഞ്ഞു, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ആര്യ തന്നെ പറഞ്ഞു. പക്ഷേ ഇവരൊന്നും വന്നിട്ടുള്ളത് പ്രമുഖരായിട്ടല്ല. ഇവരൊക്കെ പൂരപ്രേമികളായിട്ടാണ് ഈ പറമ്പിലേക്ക് അല്ലെങ്കിൽ എലഞ്ഞി ചൂട്ടിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ ആളുകളും ഇപ്പോൾ ഇവിടെ കാണുന്ന എലഞ്ഞിത്തറ മേളം സ്ഥിരമായി കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ സ്ഥിരം മുഖങ്ങളാണ്, ഒരു വ്യത്യാസവുമില്ല. ഇവരൊക്കെ എല്ലാ എലഞ്ഞിത്തറ മേളത്തിനും ഒന്നൊഴിയാതെ ഇവിടെ ഉണ്ടാവാറുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ ഏറ്റവും അക്ഷമരായിട്ട് കാണികൾ നിൽക്കുകയാണ്. ഇപ്പം എത്ര സമയത്തിനുള്ളിൽ ഏറ്റവും വലിയ പ്രമുഖരെന്ന് പറയുന്നത് അവരാണ്. കാരണം ഇത്രയേറെ മണിക്കൂറുകളായി അവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇലഞ്ഞിത്തറ മേളം കേൾക്കുന്നതിന് വേണ്ടി. കാരണം അത് ഇനിയും എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാനും അവർ തയ്യാറാണ്. 10 മണി തൊട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ദൂരസ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ചേട്ടാ, ആവേശം എങ്ങനെയുണ്ട്? ഒന്നും പറയാല്ല, വൈബല്ലേ. എപ്പോ വന്നതാണ്? കുറെ നേരം മുമ്പ് വന്നതാന്ന് തോന്നുന്നു. കുറെ അത്ര നേരം ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു എന്താണ് ആ കാത്തിരിപ്പിനുള്ള ഒരു കാര്യം? പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക എനർജിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. തൃശ്ശൂരുകാർക്ക് പ്രത്യേകിച്ച് പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവും. ഈ പൂരം കഴിയുമ്പോൾ അടുത്ത പൂരം വരെ നമ്മൾ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. അതെ, ആ പൂരം വൈബ് എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിൽ ഈ പൂരത്തിന് എത്തിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഈ പൂരത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ നമ്മളെ പാട്ട് പാടാനും ഇതൊക്കെ ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാൾ വേറെ വേഷത്തിലൂടെ ഒക്കെ ഉണ്ട്. ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണ്. എന്താ ഇവിടെ വല്ലാത്ത ക്രൗഡ് ഉണ്ട്, ആവേശമുണ്ട്. ഇവരുടെയൊക്കെ ആവേശം കണ്ടിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടിയിലാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. മുമ്പ് ഇവിടെ എലഞ്ഞിത്തറ മേളം കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത്തവണ ഡ്യൂട്ടി നടക്കും, മേളം കാണലും നടക്കും. അതെ, പ്രശ്നങ്ങളൊന്നും